വയനാട് കുറ്റ്യാടി ചുരത്തിൽ കാറിന് നേരെ പാഞ്ഞെടുത്തു കാട്ടാന. ആനയുടെ ആക്രമണത്തിൽ നിന്ന് വയനാട് സ്വദേശികളായ കാർ യാത്രികർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വിവരങ്ങളുമായി ആഷിഖ് മുഹമ്മദ് ചേരുന്നു. ആഷിഖ്, ഈ സ്റ്റുഡിയോയിൽ ഇരുന്ന് ആ വിഷ്വൽ കാണുമ്പോൾ പോലും നമുക്ക് പേടിയാകുന്നുണ്ട്. അത്രയ്ക്കും അക്രമാസക്തനായാണ് ആ ആന അങ്ങോട്ടേക്ക് വന്നത്. ആരൊക്കെയാണ് കാറിനകത്തുണ്ടായിരുന്നത്? ഈ ആന തിരിച്ചു പോയത് ഇവരെന്തെങ്കിലും ഹോണടിച്ചിട്ടോ മറ്റെന്തെങ്കിലും ചെയ്തിട്ടാണോ ആന തിരിച്ചു പോയത്? എന്താണ് വിവരങ്ങൾ? ലക്ഷ്മിപത്മ, വയനാട് സ്വദേശികളാണ് ഈ കാറിലുണ്ടായിരുന്നത്. വാളാട് സ്വദേശി റിയാസിന്റെ സുഹൃത്തുക്കളുമായിരുന്നു കാറിലുണ്ടായിരുന്നത്. കോഴിക്കോട് വിമാനത്താവളത്തിൽ ഇവരുടെ ഒരു ബന്ധുവിനെ കൂട്ടാനായി പോയ സമയത്താണ് ഈ കാട്ടാന അപ്രതീക്ഷിതമായി വന്നത്. ഈ വയനാട് ജില്ലയിൽ ഈ ചുരം തുടങ്ങുന്ന സ്ഥലത്ത് വെച്ചാണ് കാട്ടാന വന്നത്. ഈ കാട്ടാന വന്ന ഉടനെ തന്നെ ഇവർ കാറ് പുറകിലേക്ക് എടുക്കുന്നുണ്ട്. ശേഷം ശക്തമായി ഹോൺ അടിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ആന പാഞ്ഞെടുത്തതിനു ശേഷം വാഹനത്തിൽ ഇടിച്ച് പെട്ടെന്ന് തന്നെ തിരിച്ചു പോവുകയായിരുന്നു. അത് വാഹനം പുറകോട്ടെടുക്കുകയും ഹോണിന്റെ ശബ്ദവും കൂടി കേട്ടതിനെ തുടർന്നാണ് തിരിച്ചു പോയത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കാട്ടാനയുടെ വരവിടൽ ഒരു പക്ഷേ ആ കാറ് തകർക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി കരുതേണ്ടി വരും. കാരണം അത്ര വേഗതയിലാണ് കാട്ടാന പാഞ്ഞെടുത്തത്. ശേഷം കാറിന്റെ ബോണറ്റിൽ ഇടിക്കുന്ന ദൃശ്യങ്ങൾ കാണാം. പക്ഷേ ഈ യുവാക്കൾ പുറകോട്ട് എടുക്കുകയും അതുപോലെ തന്നെ അതേസമയം തന്നെ ഹോണടിക്കുകയും കൂടി ചെയ്തതിനെ തുടർന്ന് ആന പെട്ടെന്ന് തന്നെ പിന്തിരികയായിരുന്നു. എന്തായാലും വലിയൊരു കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നാണ് ഇവർ രക്ഷപ്പെട്ടെന്ന് പറയേണ്ടി വരും. കാരണം ആ ചുരത്തിൽ മറ്റു വഴികളില്ല, ചെറിയ റോഡ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വാഹനം പെട്ടെന്ന് പുറകോട്ട് എടുക്കുകയില്ലാതെ മറ്റു വഴികളില്ലാത്തതിനെ തുടർന്ന് കാട്ടാനയുടെ മുമ്പിൽ പെടുകയായിരുന്നു. ഇവരെ കണ്ടതിനെ തുടർന്ന് ആ കാട്ടാനയുടെ വരവ് കണ്ടാൽ ഒരുപക്ഷെ ആ വാഹനം തകർക്കുമെന്ന രീതിയിൽ തന്നെയാണ് കാട്ടാന വന്നത്. പക്ഷേ എന്തോ ഒരുപക്ഷെ ആ യുവാക്കളുടെ ഒരു പെട്ടെന്നുള്ള ഇടപെടൽ, ആ വാഹനം പുറകോട്ട് എടുക്കാൻ അതുപോലെ തന്നെ ഹോൺ അടിക്കാനും തോന്നിയ ഒരു തീരുമാനം ഒരുപക്ഷെ കാട്ടാനയെ പിന്തിരിപ്പിച്ചു. ഈ ശക്തമായ ശബ്ദം വന്നാൽ പലപ്പോഴും കാട്ടാന പിന്തിരിയാറുണ്ട്. അപ്പോൾ ഈ വാഹനയാത്ര കാർ ഡ്രൈവറായിരുന്ന റിയാസ് ശക്തമായി ഹോൺ അടിച്ചപ്പോൾ തന്നെ കാട്ടാന പിന്തിരികയായിരുന്നു. എന്തായാലും ഈ യുവാക്കളുടെ ജീവൻ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവരൊരു ബന്ധുവിനെ കൂട്ടാനായി കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് പോവുകയായിരുന്നു. ആ സമയത്താണ് രാവിലെ വയനാട് ചുരം തുടങ്ങുന്ന സമയത്ത് കുറ്റ്യാടി ചുരത്തിൽ ഈ ഒരു അപകടം ഉണ്ടായി. എന്തായാലും ആർക്കും അപകടമില്ല എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വാഹനം ഉടനെ തന്നെ, അതായത് ഈ ഹോൺ അടിച്ച് ഉടനെ തന്നെ പിന്തിരിഞ്ഞു പോയി എന്നതിനാൽ തന്നെ യുവാക്കളുടെ ജീവനൊന്നും അപകടത്തിലായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ലക്ഷ്മിപത്മ, സമയോചിതമായ ഇടപെടൽ കൊണ്ട് ആ യുവാക്കൾക്ക് തലനാരിഴയ്ക്ക് ജീവൻ തിരികെ കിട്ടുകയായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. അത്രയ്ക്കും അക്രമാസക്തനായാണ് ആ ആന കാറിന് നേരെ പാഞ്ഞെടുക്കുന്നത്. വയനാട് കുറ്റ്യാടി ചുരത്തിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്.